നാട്ടിലും മറുനാട്ടിലുമായി ഈ ദിവസങ്ങളിൽ ട്രെൻഡിംഗ് ആയ ഒരു പിടി വിശേഷങ്ങളുമായി 24news.comന്റെ ഈ ലോകം ഈ ആഴ്ച എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ കൊഹിനൂർ അടക്കമുള്ള എല്ലാം ഇംഗ്ലീഷുകാർ അടിച്ചുകൊണ്ടുപോയില്ലേ? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് ബ്രിട്ടീഷുകാരെ ചോദ്യം ചെയ്യുന്ന സ്ത്രീയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലാണ്. എല്ലാം തിരിച്ചു വേണമെന്നാണ് സ്ത്രീയുടെ ആവശ്യം. റിപ്പോർട്ട് കാണാം. കുശലം ചോദിച്ചു പോയ വിദേശ ബ്ലോഗർമാർ ആകെ പെട്ടുപോയ അവസ്ഥയാണ്. അതെന്താണെന്നല്ലേ? വേറെയൊന്നുമല്ല, തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്ര പരിസരത്തെത്തിയ വ്ലോഗർമാരാണ് 3 ചേച്ചിമാർക്ക് മുന്നിൽ പെട്ടുപോയത്. English people has looted us, Indians. When will you give back it to us? When will I give it back? I haven't got all to give you. You have to speak to my ancestors. Treasure, black pepper, everything. But they did build a And good railway Kohinoor is precious and rarest diamond they have looted from here. നിങ്ങൾ എവിടെ നിന്നാണെന്ന് ചോദിച്ച ചേച്ചിമാർക്ക് ഇംഗ്ലണ്ടിൽ നിന്നാണെന്ന് വ്ലോഗർമാർ മറുപടി നൽകിയപ്പോൾ നിങ്ങളെ ഞങ്ങൾ നോക്കിയിരിക്കുമായിരുന്നു എന്ന മട്ടിലായിരുന്നു ചേച്ചിമാരുടെ പ്രതികരണം. കേരളത്തിലെത്തിയ ബ്രിട്ടീഷ് വിനോദസഞ്ചാരികൾ ഒരിക്കലും കരുതി കാണില്ല ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യലിനെ നേരിടേണ്ടി വരുമെന്ന്. ഇൻസ്റ്റഗ്രാം ട്രാവൽ ക്രിയേറ്ററായ ഡിസ്കവർ വിത്ത് എമ എന്ന അക്കൗണ്ടിലാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ കോഹിനൂരും കുരുമുളകും നിധിയുമെല്ലാം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോയി. അമൂല്യവും അപൂർവവുമായ കോഹിനൂർ ഇന്ത്യക്ക് തിരികെ നൽകൂ എന്നായിരുന്നു വീഡിയോയിലെ മലയാളിയുടെ പ്രതികരണം. ഈ സമയം എമയുടെ കൂടെയുള്ള ആൾ നിങ്ങൾ എൻ്റെ പൂർവികരോട് സംസാരിക്കണമെന്നും ഞങ്ങൾ നല്ലൊരു റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചില്ലേ എന്നും തമാശ രൂപേണ പറയുകയുണ്ടായി. അതേസമയം ഞങ്ങൾ ചാൾസ് രാജാവിനെ വിളിച്ച് അറിയിക്കാമെന്നായിരുന്നു എമ നൽകിയ മറുപടി. ഒരുപക്ഷെ എമ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച മറ്റു വീഡിയോകളെക്കാൾ ഏറെ വ്യത്യസ്തമായ ഒന്നാണിത്. ഇത്രയും നാൾ യാത്ര ചെയ്തതിൽ വെച്ച് ഏറ്റവും അസ്വസ്ഥമായ നിമിഷങ്ങളിൽ ഒന്നായിരുന്നു ഇതെന്നായിരുന്നു എമ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് കുറിച്ചത്. ഞങ്ങൾ ഇംഗ്ലണ്ടിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ എങ്ങനെ കൊള്ളയടിച്ചുവെന്ന് അവർ ഞങ്ങളോട് പറയാൻ തുടങ്ങി. ഇന്ത്യയിൽ മുൻപൊരിടത്തും ഇത്തരമൊരു അനുഭവം ഞങ്ങൾക്കുണ്ടായിട്ടില്ല. എന്താണ് പറയേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. ആ കോപം എവിടെ നിന്നാണ് വരുന്നതെന്ന് ഞങ്ങൾക്കറിയാം. അത് ഞങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാകുമെന്നും എമ വീഡിയോയിൽ കുറിച്ചു. കോഹിനൂറിന്റെ കഥകൾ എന്നും ആവേശത്തോടെ കേൾക്കുന്നവരാണ് നമ്മളിൽ പലരും. ലോകം മുഴുവൻ മോഹിച്ച കോഹിനൂർ 19ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലാണ് ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ചു കൊണ്ടുപോയത്. ഇപ്പോൾ ലണ്ടൻ ടവറിലെ ആഭരണ ശേഖരങ്ങളുടെ കൂട്ടത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഈ വജ്രത്തിന്റെ ഉടമസ്ഥാവകാശത്തിൽ തർക്കം നിലനിൽക്കുകയാണ്. അതേസമയം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കോഹിനൂർ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാവുകയാണ്. അന്ന് അതിന് തുടക്കമിട്ടതാകട്ടെ ശശി തരൂരും. 2015 ഓക്സ്ഫോർഡ് യൂണിയനിൽ നടന്ന ഒരു ചർച്ചയിലാണ് 200 വർഷത്തെ കൊളോണിയൽ ഭരണത്തിന് ഇന്ത്യക്ക് UK നഷ്ടപരിഹാരം നൽകണമെന്ന് തരൂർ പറഞ്ഞത്. എന്നിരുന്നാലും ഇതിനകം തന്നെ 7.5 ലക്ഷത്തോളം ആളുകളാണ് കോഹിനൂർ തിരികെ തരണമെന്ന വീഡിയോ കണ്ടിരിക്കുന്നത്. ഭൂതകാലത്തെക്കുറിച്ച് ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് തോന്നുന്ന വികാരങ്ങളാണ് ആ സ്ത്രീ പ്രകടിപ്പിച്ചതെന്നും അവർ പറഞ്ഞത് 100% ശരിയാണെന്നും അമ്മച്ചിമാര് തൂക്കിയല്ലോ നാദാ തുടങ്ങിയ കമന്റുകളും ഈ വീഡിയോയിൽ ഉണ്ട്. ദുരന്ത ഭൂമിയായ ചെർണോബിലിലെ നായകൾക്ക് നീല നിറം. ഇവയുടെ ഞെട്ടിപ്പിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇപ്പോൾ ആളുകളെ അമ്പരപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവിടുത്തെ നായകൾക്ക് നീല നിറം? പൂജ രമേശ് പറയുന്നു. ശാസ്ത്രലോകത്തെയും വന്യജീവി സംരക്ഷകരെയും ഞെട്ടിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വന്നു. ദുരന്തഭൂമിയായ ചെർണോബിലിലെ നായ്ക്കൾക്ക് നീല നിറം. സമൂഹ മാധ്യമങ്ങളിൽ നായ്ക്കളുടെ ചിത്രങ്ങളും വീഡിയോകളും എത്തിയതോടെ സംഭവം വലിയ വാർത്തയായി. റേഡിയേഷൻ അവരുടെ ശരീരത്ത് വരുത്തിയ മ്യൂട്ടേഷനാകാം ഇതിന് കാരണമെന്നാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ. എന്നാൽ മറ്റ് ബാഹ്യകാരണങ്ങളാകാം ഇതിന് പിന്നിലെന്ന് പറയുന്നവരുമുണ്ട്. ഡോഗ്സ് ഓഫ് ചെർണോബിൽ എന്ന സംഘടനയാണ് ഈ നായകളെ സംരക്ഷിച്ചു വരുന്നത്. ഇവർ തന്നെയാണ് നായ്ക്കളുടെ നിറവ്യത്യാസത്തിന്റെ വാർത്ത പുറത്തുവിട്ടതും. ഏകദേശം 700 നായകൾ ഇവിടെ ജീവിക്കുന്നുണ്ടെന്നാണ് കണക്ക്. ഇതിൽ 3 എണ്ണത്തിന്റെ നിറത്തിലാണ് ഇപ്പോൾ മാറ്റമുണ്ടായിരിക്കുന്നത്. നായ്ക്കൾക്ക് പെട്ടെന്നുണ്ടായ ഈ മാറ്റത്തിന് കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇവയ്ക്ക് ഇതുവരെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി കണ്ടെത്തിയിട്ടുമില്ല. ദുരന്തം നടന്ന് 39 വർഷം കഴിഞ്ഞിട്ടും ഇത്തരത്തിലൊരു സംഭവം ആദ്യമായാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. റേഡിയേഷൻ അവരുടെ ശരീരത്ത് ഇത്തരത്തിലൊരു മാറ്റം പ്രകടമാക്കാൻ സാധ്യതയില്ലെന്നും നായ്ക്കൾക്ക് മുൻപ് നടത്തിയ ജനിതക പഠനത്തിൽ വികിരണത്തെ തടയാനുള്ള ശേഷി ഇവയ്ക്കുള്ളതായി കണ്ടെത്തിയിട്ടുണ്ടെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. പണ്ടുണ്ടായിരുന്ന വ്യവസായങ്ങളുടെ പല കെമിക്കൽ ഗോഡൌണുകളും ഫാക്ടറികളും ഇന്നും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്.
ഇത്തരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് തുരിശുപോലെ നീല നിറത്തിലുള്ള എന്തെങ്കിലും രാസവസ്തുക്കൾ ഇവരുടെ രോമത്തിൽ പറ്റിപ്പിടിച്ചതാകാനാണ് സാധ്യതയെന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. 1986 ലോകത്തെ തന്നെ ഞെട്ടിച്ച വിസ്ഫോടനം നടന്നത്. ഷെർണോബിലിലെ 4ാം റിയാക്ടറിന്റെ ഘടനാപരമായ പാളിച്ചകളും മോശമായ പ്രവർത്തന സംവിധാനങ്ങളുമാണ് ദുരന്തത്തിന് കാരണമായത്. ഇന്നും 100 ടണ്ണോളം ഭാരമുള്ള ആണവ അവശിഷ്ടങ്ങൾ റിയാക്ടർ നിലനിന്നിരുന്ന മേഖലകളിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ട്. ഇപ്പോൾ കണ്ടെത്തിയ നീലനായ്ക്കളെ അതിജീവനത്തിന്റെയും ലോകത്തിലെ ഒരു കറുത്ത ദിനത്തിന്റെ അവശേഷിപ്പുകളായും കൂടി നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വീണ്ടും നമ്മുടെ മമ്മൂക്ക തന്നെയാണ് നായകൻ. 74ാം വയസ്സിലാണ് പുരസ്കാരം സ്വന്തമാക്കിയിരിക്കുന്നത്. യുവതാരങ്ങൾക്കൊപ്പം മത്സരിച്ച് എങ്ങനെയാണ് തുടർച്ചയായി നേട്ടങ്ങൾ കൊയ്യുന്നത്? അമൽ ശശികുമാറിന്റെ റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ 3 വർഷമായി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള നോമിനേഷനുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. യുവനടൻ എന്ന ലേബലിൽ നിന്ന് മാറിയ ചില താരങ്ങളുടെ എല്ലാവരും ഉറ്റുനോക്കിയ രൂപത്തിലും ഭാവത്തിലും വലിയ ട്രാൻസ്ഫർമേഷൻ നടത്തിയ ബ്രേക്ക് ത്രൂ വേഷങ്ങൾ നോമിനേഷന് വെക്കുന്നു. 3 തവണയും അവർക്ക് ചാടിക്കടക്കേണ്ടി വന്ന മഹാമേരുവിന്റെ പേര് മമ്മൂട്ടി എന്നായിരുന്നു. കുഞ്ചാക്കോ ബോബന്റെ എന്നാൽ താൻ കേസുകൂടെ നേരിട്ടത് നൻപകൽ നേരത്ത് മയക്കത്തെയാണെങ്കിൽ ആടുജീവിതത്തിൽ പൃഥ്വിരാജിന്റെ മുൻപിലുണ്ടായിരുന്നത് കാതലായിരുന്നു. ഇത്തവണ ആസിഫലി മത്സരിച്ചതാകട്ടെ സാക്ഷാൽ ബ്രഹ്മയുഗത്തോടും. പൃഥ്വിരാജിന് മാത്രമാണ് ആ കടമ്പ ചാടിക്കിടക്കാൻ കഴിഞ്ഞതും. മമ്മൂട്ടി അല്ലാതെ മറ്റാരെ എന്ന ചോദ്യം മലയാളിക്ക് തോന്നിയത് സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപൊന്നുമല്ല. കൊടുമൺ പോറ്റിയായി അല്ലെങ്കിൽ ചാത്തനായുള്ള അയാളുടെ ഭ്രാന്തൻ പകർന്നാട്ടം തിയേറ്ററിൽ കണ്ടിറങ്ങിയ ഓരോരുത്തരും മനസ്സിൽ ഉറപ്പിച്ചു കാണും. അവാർഡ് ചാത്തൻ തന്നെ തൂക്കും. നോട്ടത്തിലും ചിരിയിലും ഇരിപ്പിലും മൂളലിലും പോലും അത്ര സൂക്ഷ്മമായ ന്യൂവാൻസസ് ആയിരുന്നു ആ കഥാപാത്രത്തിന് അദ്ദേഹം നൽകിയത്. 73ാം വയസ്സിലും കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രത്തിന് ഒന്നിനെ നൽകാൻ അയാൾക്കല്ലാതെ ആർക്ക് പറ്റും? പോറ്റിയായി ഉരുവം മാറിയ ചാത്തനെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചത്. ഭാവിയിൽ ഇനി ശരിക്കുമുള്ള കൊടുമൺ പോറ്റിയുടെ സ്പിൻ ഓഫ് വരികയാണെങ്കിൽ അതിൽ ഇതേ രൂപമാണെങ്കിൽ കൂടി പെരുമാറ്റത്തിലും മാനരസത്തിലും ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം കാണുമെന്ന ഉറപ്പിന്റെ പേരാണ് മമ്മൂട്ടി. ഇനി അടുത്ത കൊല്ലത്തേക്കുള്ള പുരസ്കാരം മോഹിക്കുന്നവർക്ക് ഭേദിക്കേണ്ട ചക്രവ്യൂഹം കളങ്കാവൽ എന്ന പേരിൽ ഒരുക്കി വെച്ചിട്ടാണ് പുരസ്കാര നേട്ടത്തിന്റെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങി തമാശ പറഞ്ഞുകൊണ്ട് അയാൾ ഇന്നലെ മാധ്യമങ്ങളുടെ മുൻപിൽ നിന്നത്. മമ്മൂട്ടി എന്ന നടന്റെ സബരിയെ അളക്കാനുള്ള വലിപ്പമൊന്നും പുരസ്കാരങ്ങൾക്കില്ല. എല്ലാവരും ഏറ്റുപറയുന്ന ആ ഏജന്റ് റിവേഴ്സ് ഗിയർ കൊണ്ടുമല്ല മമ്മൂട്ടിയെ ഓർക്കേണ്ടത്. അഭിനയ ചാരുതയ്ക്കൊപ്പം തന്നെ ഉയർന്നു നിൽക്കുന്ന മെഗാസ്റ്റാർഡവുമല്ല മമ്മൂട്ടി. അദ്ദേഹത്തിന്റെ തന്നെ ഭാഷയിൽ പറയുകയാണെങ്കിൽ വേഴ്സറ്റൈലായ വേഷങ്ങൾ തേടി പിടിച്ചു ചെയ്യാനുള്ള ആർത്തി, അത് മാത്രമാണ് മമ്മൂട്ടി. മലയാളക്കരയെ നടുക്കിയ ഒരു രോഗാവസ്ഥയിൽ നിന്നും ഒന്നും സംഭവിക്കാത്ത മട്ടിൽ കൂളായി അയാൾ ഇറങ്ങിപ്പോരാനുള്ള ആ കാരണവും ആ ആർത്തിയല്ലാതെ മറ്റെന്താണ്? അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിക്കുകയാണ്. ഇനി ഈ ലോകം ഈ ആഴ്ച അടുത്ത ബുധൻ നവംബർ 12-ന് വീണ്ടും കാണും വരെ ഗുഡ് ബൈ ഫ്രം മേഘ്ന മുരളി. കീപ് വാച്ചിങ് 24.